ഫ്രണ്ട്സ്, മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ ചെറുപയർ പായസം ഉണ്ടാക്കാം. ആദ്യം ചെറുപയർ പരിപ്പ് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഒരേ മൂപ്പോടുകൂടി വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ചെറുപയറിൻ്റെ കളറൊക്കെ മാറി നല്ല പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കിലോ ചെറുപയർ പരിപ്പിൻ്റെ കൂടെ 1/4 കിലോ പച്ചരിയും എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം 2-3 പാൽ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള 2.5 മുറി തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ 3 വിസിലടിപ്പിക്കുക. വെന്ത് വരുന്ന സമയം കൊണ്ട് 1 കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. തണുത്ത ശേഷം അരിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് തേങ്ങ വറുക്കുന്നതിന് ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 4 സ്പൂൺ തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കളർ മാറി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. തേങ്ങാക്കൊത്ത് എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് പായസത്തിന് രുചിയും കൂടും. ഒരു 40 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചുവപ്പ് നിറമാകുന്ന വരെ വറുത്തെടുക്കുക. അവസാനം ഒരു 20 ഗ്രാം കിസ്മിസും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും തേങ്ങ മാത്രം വറുത്ത് ചേർത്താലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെ നിങ്ങൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുക്കറിലായതുകൊണ്ട് അരിയും പയറും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണേ. അതിൽ വെള്ളമൊക്കെ പറ്റി വരുന്നത് വരെ ഇളക്കുക. ഇതിനിടയിൽ 1 സ്പൂൺ ജീരകം, ചെറിയ 2-3 ചുക്ക്, ഏലക്ക 9 എണ്ണം എല്ലാം കൂടി പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ചുക്കൊന്ന് ഇടിച്ചെടുത്തിട്ടാണ് മിക്സിയിൽ പൊടിക്കുന്നത്. ഈ പൊടികൾ ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുമേ. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല കുറുകി വരുന്ന പരുവമായിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും വെള്ളച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടാനും കൂടിയാണ്. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണേ. 1-ാം പാൽ തിളയ്ക്കാൻ അനുവദിക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പായസം കുടിക്കാൻ പാകത്തിന് അയഞ്ഞു കിട്ടിയിട്ടുണ്ട്. പായസം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കുടിച്ചാൽ ടേസ്റ്റ് കൂടുവേ. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നിലക്കടലയും മുന്തിരിയും എല്ലാം ആ നെയ്യോടുകൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.